ഷേക്സ്പിയറിന്റെ ഹാംലെറ്റിന്റെ ഒരു ഡയലോഗിൽ നിന്ന് പലപ്പോഴും പറയുന്ന ഒരു സാധനമാണ്, ഇസ് ദർ എ മെത്തേഡ് ഇൻ ദ മാഡ്നസ് ഓർ ഇസ് ദർ എ മാഡ്നസ് ഇൻ ദ മെത്തേഡ്? നമ്മുടെ രീതിയിൽ ഭ്രാന്തുണ്ടോ അതോ ഭ്രാന്തിൽ ഒരു രീതി ഉണ്ടോ എന്ന്. അതുപോലെ എന്റെ അഭിപ്രായത്തിൽ രീതിയിലെ ഭ്രാന്തല്ല ട്രംപിനെ മാറ്റി നിർത്തുന്നത്, ആ ഭ്രാന്തിനൊരു രീതിയുണ്ട് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ദർ ഇസ് എ മെത്തേഡ് ഇൻ ദ മാഡ്നസ് എന്ന് വേണം നമുക്ക് കാണാൻ. കാരണം ട്രംപിന്റെ ഈ പ്രൊട്ടക്ഷനിസം അല്ലെങ്കിൽ ഹൈ താരിഫ് ആയിട്ടുള്ള ഒരു സ്റ്റാൻസ്, അതിന് ട്രംപ് ഒരു മാതൃകയായിട്ട് കണക്കുകൂട്ടുന്നത് 1890 മറ്റോ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്ന വില്യം മെക്കിൻലിയാണ്. വില്യം മെക്കിൻലി, ഹി വാസ് കോൾഡ് നെപ്പോളിയൻ ഓഫ് താരിഫ്സ്. അപ്പൊ ആ ഒരു മോഡലിൽ ട്രഡീഷണലിസത്തിന്റെ ഒരു എലിമെന്റ് കൂടി നമുക്ക് അതിൽ കാണാം. ഏകദേശം 120 വർഷം മുമ്പ് ഭരിച്ചിരുന്ന ഒരു ഭരണാധികാരിയുടെ ആ ഒരു രീതിയിലേക്ക് നമ്മൾ മാറണം. ഇന്ത്യയിൽ പലരും രാമരാജ്യത്തിലേക്ക് മടങ്ങിപ്പോകണം എന്നൊക്കെ പറയുന്നത് പോലെ നമുക്ക് വില്യം മെക്കിൻലിയുടെ നിലപാടിലേക്ക് മടങ്ങിപ്പോകണമെന്നാണ് ട്രംപ് വാദിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ട്രംപ് ആദ്യമായിട്ട് പ്രസിഡന്റ് ആയപ്പോ 2017 ഈ മെക്കിൻലിയുടെ പേര് ഉപയോഗിച്ചുകൊണ്ടാണ് ട്രംപ് അന്ന് അമേരിക്ക ഫസ്റ്റ് പോളിസി എന്ന ഒരു പോളിസി ട്രംപ് കൊണ്ടുവരുന്നത്. അന്ന് ഓർമ്മയുണ്ടാവും 2017-18 ഇതുപോലെ ഒരു ചുങ്കയുദ്ധം അന്നും അമേരിക്കയും ചൈനയും തമ്മിലുണ്ടായിരുന്നു, അമേരിക്കയും കാനഡയും തമ്മിലുണ്ടായിരുന്നു, യൂറോപ്പും തമ്മിലുണ്ടായിരുന്നു. അന്നും അത് ഇത് ഒത്തുതീർന്നു പോയി. 2 വർഷം കഴിയുമ്പോൾ അത് ഒത്തുതീർന്നു പോയെങ്കിലും അത് പിന്നീട് ട്രംപ് തന്നെ മാറുമ്പോൾ അത് ഒഴിവായി പോയി. പക്ഷെ അന്നും ഇതേപോലത്തെ ഒരു ചുങ്കയുദ്ധം ലോക സമ്പദ്ഘടനയിൽ ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ വരുന്നു. പക്ഷെ ഈ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ വരുമ്പോഴും അവർക്ക് ട്രംപിന്റെ ഈ വലതുപക്ഷ പോപ്പുലിസത്തിന്റെ ഈ പ്രത്യയശാസ്ത്രത്തിന്റെ ഈ ഒരു ലിഗസിയിൽ നിന്ന് മാറി നടക്കാൻ അവർക്ക് ഒരു പരിധിയിൽ കൂടുതൽ കഴിയാത്ത ഒരു സ്ഥിതിയുണ്ട്. 2023 അവരുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിരുന്നു തോന്നുന്നു ജേക്ക് സള്ളിവൻ പുറത്തിറക്കിയിട്ടുള്ള ഒരു പുതിയ ഇൻഡസ്ട്രിയൽ പോളിസി ഡോക്യുമെന്റ് ഉണ്ട്. ബൈഡൻ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായിട്ട് തന്നെ വന്നിട്ടുള്ളതാണ്. അതിലും ഈ ചുങ്കയുദ്ധങ്ങൾ അതിൽ പറയുന്നില്ലെങ്കിലും അമേരിക്ക ഗ്ലോബലൈസേഷന്റെ ഒരു ഇമ്പാക്ട് അമേരിക്കയ്ക്ക് അഡ്വേഴ്സ് ആയിട്ട് വന്നിട്ടുണ്ടെന്നും അതിന്റെ ഭാഗമായിട്ട് ഗ്ലോബലൈസേഷനിൽ നിന്ന് അമേരിക്ക തിരിഞ്ഞു നടക്കണമെന്നുമുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു ആർഗ്യുമെന്റ്, ഒരു അസംഷൻ ആ ഒരു ജേക്ക് സള്ളിവൻ ഡോക്യുമെന്റിൽ നമുക്ക് കൃത്യമായിട്ട് കാണാം. സോ അതിൽ കൃത്യമായിട്ട് പറയുന്നത് അമേരിക്ക നീഡ്സ് ആൻ ഇൻഡസ്ട്രിയൽ പോളിസി ബേസ്ഡ് ഓൺ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് എന്നാണ് ജേക്ക് സള്ളിവന്റെ ആ ഡോക്യുമെന്റിൽ പറയുന്നത്. അതുപോലെ തന്നെയാണ് ഗ്ലോബൽ ഇന്റഗ്രേഷന്റെ ഭാഗമായിട്ട് ഇറ്റ്സ് വെരി സ്കെപ്റ്റിക്കൽ അബൌട്ട് ദ വെരി ഐഡിയ ഓഫ് ഗ്ലോബൽ ഇന്റഗ്രേഷൻ, മച്ച് ലൈക്ക് ട്രംപ്. അതുപോലെ തന്നെ ഇന്റഗ്രേറ്റഡ് അല്ല ട്രേഡ് പോളിസി വേണം. സപ്ലൈ ചെയിൻസ് എന്ന് പറയുന്നത് ലിബറലൈസേഷൻ അല്ല വേണ്ടത്, വി നീഡ് ഡീറിസ്കിംഗ് ഓഫ് സപ്ലൈ ചെയിൻസ്, വി നീഡ് ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് സപ്ലൈ ചെയിൻ. അങ്ങനെ ട്രംപിനെ പോലെ തോന്നുന്ന ഒരു പോളിസി അല്ലെങ്കിലും പല കാര്യത്തിലും ട്രംപിനോട് വളരെ അനുഭാവം പ്രകടിപ്പിക്കുന്ന ഒരു സംഗതിയാണ് ബൈഡൻ അഡ്മിനിസ്ട്രേഷന്റെ കാര്യത്തിൽ ഉണ്ടായത്. സോ ബേസിക്കലി ബൈഡന് പോലും ട്രംപ് തുടങ്ങി വെച്ച ഒരു പുതിയ വഴിയിൽ നിന്ന് മാറി നടക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ആ വലതുപക്ഷ പോപ്പുലിസം എന്ന പ്രത്യയശാസ്ത്രത്തിന്റെ ശക്തി എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. പക്ഷെ പിന്നീട് 2024 ട്രംപ് മടങ്ങി വരുന്നു, 2025 അധികാരത്തിൽ വരുന്നു. അപ്പോ ട്രംപ് പഴയ അമേരിക്ക ഫസ്റ്റ് പോളിസിയെ പുതിയൊരു പേരിൽ അവതരിപ്പിക്കുകയാണ്. മാഗ, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന രൂപത്തിൽ ട്രംപ് അവതരിപ്പിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ റെസിപ്രോക്കൽ ടാരിഫ് ഒക്കെ വരുന്നത്. അപ്പോൾ വാട്ട് ഐ ആം ട്രൈങ് ടു സേ ഈസ് ഒരു കണ്ടിന്യൂറ്റി നമുക്ക് കാണാം. 2017 ട്രംപ്, 2021 ബൈഡൻ, 2025 പിന്നെ ട്രംപ്. സോ ഒരു കൃത്യമായിട്ടുള്ള വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഒരു കണ്ടിന്യൂറ്റി ഇതിൽ കാണാം. അതിൽ അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം അമേരിക്ക എന്ന ഈ വലിയ സാമ്രാജ്യത്വ ശക്തിയുടെ പതനം, അത് ഒഴിവാക്കണം. അമേരിക്ക പുതിയൊരു സാമ്രാജ്യത്വ ശക്തിയായിട്ട് വളർന്നു വരണം. അതിനു വേണ്ടിയിട്ട് നമ്മുടെ സാമ്പത്തിക നയങ്ങളെ തിരുത്തി എഴുതണം. ഇതാണ് എല്ലാവരും പറയുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ട്രംപിന്റെ ചുങ്കയുദ്ധത്തെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിലയിരുത്തേണ്ടത്. പൊതുവെ പറയുന്ന 1-2 കോൺട്രഡിക്ഷൻസ് ഈ പറഞ്ഞ ട്രംപിന്റെ നയങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അത് ഒന്ന്, അമേരിക്ക ആസ് എ കൺട്രി, ഇപ്പൊ നമ്മൾ അമേരിക്കൻ എക്കണോമി ഒരു മോണോലിത്തിക് ഒരു എക്കണോമി ആയിട്ട് കാണുകയാണെങ്കിൽ അമേരിക്ക ആസ് എ കൺട്രി എങ്ങനെയാണ് കഴിഞ്ഞ ഒരു 20 വർഷമായിട്ട് വിജയിച്ചത്, അല്ലെങ്കിൽ 20-30 വർഷമായിട്ട് വിജയിച്ചതിന്റെ ഒരു പ്രധാന ഘടകം എന്നുള്ളത് ഈ ഫൈനാൻഷ്യലൈസേഷൻ തന്നെയാണല്ലോ. യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ വലിയ രീതിയിലുള്ള ഫൈനാൻഷ്യലൈസേഷൻ, അമേരിക്ക നേരത്തെ പറഞ്ഞ എക്സോർബിറ്റൻ പ്രിവിലേജ് ഓഫ് US ഡോളർ ആസ് എ കറൻസി. അപ്പോ ഈ പറഞ്ഞ ഒരു ഭാഗത്ത് ഡി ഇൻഡസ്ട്രിയലൈസ് ചെയ്തെങ്കിലും മറുഭാഗത്ത് വലിയ രീതിയിൽ ഫൈനാൻഷ്യലൈസേഷൻ ചെയ്യുന്നു.
അതിന്റെ ഭാഗമായിട്ട് ട്രേഡ് ഡെഫിസിറ്റുകൾ മിക്കവാറും എല്ലാ രാജ്യങ്ങളുമായിട്ട് ട്രേഡ് ഡെഫിസിറ്റുകൾ വരുന്നു. ബട്ട് ദെൻ ആ ട്രേഡ് ഡെഫിസിറ്റുകൾ തന്നെ മറ്റു രാജ്യങ്ങൾ ഈ കറൻസി റീസൈക്കിൾ ചെയ്തുകൊണ്ട് അമേരിക്കൻ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇപ്പൊ അമേരിക്കൻ US ട്രഷറി ബോണ്ടിലാണ്. കാരണം ഈ പറഞ്ഞ രാജ്യങ്ങൾക്കൊക്കെ തന്നെ റിസർവ് കറൻസി എന്ന രീതിയിൽ അമേരിക്കൻ ഡോളർ ആവശ്യമുണ്ട്. അപ്പൊ ഇതൊരു ഭാഗത്ത് നിൽക്കുന്നു. അതുകൊണ്ട് ഈ പറഞ്ഞ ഈ ഫിനാൻഷ്യലൈസേഷന്റെ ഭാഗമായിട്ട് അമേരിക്കൻ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ വലിയ വിജയം കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് കാണാൻ പറ്റും. അപ്പൊ യഥാർത്ഥത്തിൽ ഒരു കോൺട്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. യഥാർത്ഥത്തിൽ ഇപ്പൊ ട്രംപ് ചെയ്യുന്ന റീഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറഞ്ഞ സംഭവം യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഇറ്റ്സ് ആക്ച്വലി devaluing US dollar, right? I mean, unless you are devaluing US dollar, you cannot do reindustrialization. കാരണം അമേരിക്കൻ ലേബർ കോസ്റ്റുമായിട്ട് ബാക്കി ഇപ്പോൾ എന്താണ് ഗ്ലോബൽ സൗത്തിലെ അല്ലെങ്കിൽ ഈവൻ മെക്സിക്കോ പോലുള്ള രാജ്യങ്ങളോ ബ്രസീൽ പോലുള്ള രാജ്യങ്ങളോ ലേബർ കോസ്റ്റ് ചീപ്പ് ലേബറുമായിട്ട് കോമ്പറ്റ് ചെയ്യാൻ അമേരിക്കയുടെ ലേബർ കോസ്റ്റിന് സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് ഒന്നിൽ US ഡോളറിനെ ഡീവാല്യൂ ആണ് ട്രംപിന് ചെയ്യാൻ പറ്റുന്ന കാര്യം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കോൺട്രഡിക്ഷൻ എന്ന് പറയുന്നത് ഏതാണ് ട്രംപിന്റെ റിയൽ കോൺസ്റ്റിറ്റ്യുവൻസി എന്നുള്ളതാണ്. ട്രംപിന് വോട്ട് ചെയ്തത് ഇറ്റ്സ് ട്രൂ ദാറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ വർക്കിംഗ് ക്ലാസ് ആണ് ട്രംപിന് വോട്ട് ചെയ്തതെങ്കിലും ട്രംപിന്റെ പ്രധാനപ്പെട്ട ഫണ്ടിങ് നടക്കുന്നത് ഈ പറഞ്ഞ ബില്യനേഴ്സ് ക്ലാസ് ആണ്. അപ്പോ ഇതില് കൃത്യമായിട്ടുള്ള ഒരു കോൺട്രഡിക്ഷൻ ഉണ്ട്. കാരണം ഈ പറഞ്ഞ വർക്കിംഗ് ക്ലാസ്സിന് വേണ്ടിയാണ് ട്രംപ് പ്രവർത്തിക്കുന്നതെങ്കിൽ അതിന്റെ ഭാഗമായിട്ടാണ് റീഇൻഡസ്ട്രിയലൈസ് ചെയ്യാൻ പോകുന്നതെങ്കിൽ മറ്റ് ഒളിഗാർക്സ് ക്ലാസ്സിന് ഗുണകരമാവില്ല അത് എന്നുള്ള സംഭവമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള H1B പോലുള്ള ഒരു സംഭവത്തിന്റെ H1Bയുടെ അപ്ലിക്കേഷൻ കോസ്റ്റ് എന്നുള്ള $100,000 ആക്കുന്നു എന്ന് പറയുന്നത് അവിടുത്തെ പ്രധാനപ്പെട്ട IT കമ്പനികൾ മിക്കവാറും ഈ ഒളിഗാർക്സ് ആയിട്ടുള്ള IT കമ്പനികൾക്ക് ഗുണകരമാവില്ല എന്തായാലും. അപ്പോ ട്രംപിന്റെ കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറഞ്ഞാൽ ഈ വർക്കിംഗ് ക്ലാസ് കോൺസ്റ്റിറ്റ്യുവൻസി ആണോ അതോ ഇസ് ഇറ്റ് ദ ഒളിഗാർക്സ് കോൺസ്റ്റിറ്റ്യുവൻസി എന്നുള്ള സംഭവം. ട്രംപ് ഇതുവരെ ഒരു ഇൻഡസ്ട്രിയൽ പോളിസി മുന്നോട്ട് വെച്ചിട്ടില്ല. ഇപ്പോ വെൻ അമേരിക്ക വാസ് ഡൂയിങ് ഗുഡ് amount of manufacturing, ഇപ്പൊ വേൾഡ് വാർ II ശേഷം നടക്കുന്ന ആ സമയത്ത് ഷിപ്പ് ബിൽഡിംഗ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അമേരിക്കയ്ക്ക് ഒരു ഇൻഡസ്ട്രിയൽ പോളിസി ഉണ്ട്, ഒരു സ്റ്റേറ്റ് സപ്പോർട്ടഡ് ആയിട്ടുള്ള പോളിസി ഉണ്ടായിരുന്നു. ഇൻസെന്റീവ്സ് സബ്സിഡീസ് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ കൊടുക്കുന്ന വളരെ സ്റ്റേറ്റ് സപ്പോർട്ടഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് വളരെ കൃത്യമായിട്ട് ഇന്റർവ്യൂൻ ചെയ്യുന്ന മാർക്കറ്റിൽ ഇന്റർവ്യൂൻ ചെയ്യുന്ന പോളിസി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ ട്രംപ് അത്തരത്തിലുള്ള ഒരു ഇൻഡസ്ട്രിയൽ പോളിസി ഒന്നും മുന്നോട്ട് വെക്കുന്നില്ല. ഈ ഒരു ട്രേഡ് താരിഫ് മാജിക്കലി അമേരിക്കയെ റീഇൻഡസ്ട്രിയലൈസ് ചെയ്യുമെന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റുമോ എന്നുള്ള മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ ഇത് എത്രത്തോളം സക്സസ്ഫുൾ ആണ്? ട്രംപ് പറയുന്ന പല കാരണങ്ങളും വളരെ ജെനുവിൻ ആവുമ്പോൾ തന്നെ ട്രംപ് ഇന്ന് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന നയങ്ങൾ എത്രത്തോളം പ്രോമിസിംഗ് ആണ് അമേരിക്കൻ ജനതയ്ക്ക് എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ. ഇതില് 2-3 കാര്യങ്ങൾ നമ്മൾ കാണണം. ഒന്ന്, ഫിനാൻഷ്യലൈസേഷന്റെ കാര്യമാണ്. നമ്മൾ ഇതിനെ ട്രംപിനെ ആര് ഫണ്ട് ചെയ്യുന്നു എന്നുള്ള ഒരു ഇടുങ്ങിയ വീക്ഷണത്തിൽ കൂടി കാണുന്നത് അതിൽ സത്യാവസ്ഥ ഉണ്ടെങ്കിൽ പോലും ഒരു വിശകലന രീതി എന്ന രൂപത്തില് അതിന് പ്രശ്നങ്ങളുണ്ട്. കാരണം അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയില് അമേരിക്കയുടെ തൊഴിലാളി വർഗത്തിന്റെ എല്ലാ തരത്തിലുള്ള സേവിങ്സും സമ്പാദ്യവും കുറെ കാലമായിട്ട് തന്നെ മുതലാളിത്ത വ്യവസ്ഥയുടെ ഭാഗമായിട്ട് ഫിനാൻഷ്യൽ മാർക്കറ്റ്സുമായിട്ട് വളരെ അടുത്ത് ബന്ധപ്പെടുത്തി നിർത്തി കഴിഞ്ഞിരിക്കുന്നു. അമേരിക്കയുടെ വർക്കിംഗ് ക്ലാസിന്റെ സേവിങ്സ് മുഴുവൻ അവരുടെ പെൻഷൻ ഫണ്ടുകളിലാണ് സേവ് ചെയ്യുന്നത്. ഈ പെൻഷൻ ഫണ്ടുകൾ എന്ന് പറയുന്നത് അവരുടെ പ്രോഫിറ്റ്സിന് വേണ്ടിയിട്ട് ആശ്രയിക്കുന്നത് വികസ്വര രാജ്യങ്ങളിലെ, ഇന്ത്യ പോലെയുള്ള വികസ്വര രാജ്യങ്ങളിലെ സാമ്പത്തിക വിപണികളെയാണ്. അപ്പൊ ഇന്ത്യ പോലെയുള്ള ഫിനാൻസ് മൂലധനത്തിന്റെ ആഗോളവൽക്കരണം, അതിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള വികസ്വര രാജ്യങ്ങളിലെ സാമ്പത്തിക വിപണികളിലെ, ധനകാര്യ വിപണികളിലെ ചൂതാട്ട പ്രവണതകൾ, സ്പെക്കുലേഷൻ, ഇതുമായിട്ട് എത്രയോ കാലമായിട്ട് അമേരിക്കയുടെ തൊഴിലാളി വർഗത്തിന്റെ സമ്പാദ്യം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പോ അമേരിക്കൻ തൊഴിലാളി വർഗത്തിന്റെ സമ്പാദ്യത്തിന്റെ വളർച്ച എന്ന് പറയുന്നത് ഇന്ത്യയുടെ അല്ലെങ്കിൽ ചൈനയുടെ അല്ലെങ്കിൽ ഇന്തോനേഷ്യയുടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തിന്റെ ധനകാര്യ വിപണിയിലെ ചൂതാട്ടം എത്ര കണ്ട് വർദ്ധിക്കുന്നുവോ അത്ര കണ്ട് അമേരിക്കൻ തൊഴിലാളി വർഗത്തിന്റെ സമ്പാദ്യവും വർദ്ധിക്കുന്നു എന്ന വളരെ വിരോധാഭാസകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ആഗോള മുതലാളിത്തം ഒരുക്കിയിട്ടുള്ളത്.
അപ്പോ ട്രംപിനെ ആര് ഫണ്ട് ചെയ്യുന്നു എന്നുള്ളതല്ല, വളരെ സിസ്റ്റമിക് ആയിട്ട് വ്യവസ്ഥാപരമായിട്ട് തന്നെ അമേരിക്കൻ തൊഴിലാളി വർഗത്തിനെ, അവരുടെ സമ്പാദ്യങ്ങളെ, അവരുടെ സാമ്പത്തിക താല്പര്യങ്ങളെ ഈ ധനകാര്യ വിപണികളുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു രീതി അമേരിക്കൻ സമ്പദ്ഘടനയിലും അത് യൂറോപ്യൻ സമ്പദ്ഘടനയിലും വലിയൊരു പരിധിവരെ അങ്ങനെ തന്നെയാണ്. അത് വളർന്നു വന്നു കഴിഞ്ഞു. ഇതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇതിനെ നമ്മൾ വിശകലനം ചെയ്യുന്നതിൽ. അപ്പം നമ്മൾ ഈ ഫിനാൻഷ്യലൈസേഷൻ എന്നൊക്കെ പറയുമ്പോഴും അത് ആര് ഫണ്ട് ചെയ്യുന്നു എന്നുള്ളതൊക്കെ പറയുമ്പോഴും ഈ ഒരു സിസ്റ്റമിക് ആയിട്ടുള്ള ഫീച്ചറിനെ നമ്മൾ കാണാതെ പോകരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഒളിഗാർക്കുകൾക്കാണ് ഈ പോളിസികളുടെ ഗുണം കിട്ടുന്നത് എന്നുള്ളത് ശരിയാണ് എന്ന് പറയുമ്പോൾ പോലും ഇത്തരത്തിലുള്ള ആഗോളവൽക്കരണ നടപടികളുടെ ഒരു പ്രധാന ഗുണഭോക്താവ് അമേരിക്കയിലെ തന്നെ തൊഴിലാളി വർഗമാണ് എന്ന് ആ തൊഴിലാളി വർഗത്തിനോട് പറയുന്നതും ഇതേ രാഷ്ട്രീയക്കാർ തന്നെയാണ്. അതിലൊരു വലിയ പരിധിവരെ ശരിയുമുണ്ട് എന്നുള്ളതാണ് സങ്കടകരമായിട്ടുള്ള ഒരു സ്ഥിതി. അപ്പൊ വല്ലാത്തൊരു സാഹചര്യത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അല്ലെങ്കിൽ ഈ ഫിനാൻസ് മൂലധനത്തിന്റെ വളർച്ച ഈ ആഗോള മുതലാളിത്തത്തെ കൊണ്ടുചെന്ന് എത്തിച്ചിട്ടുള്ളത്. ആ പ്രതിസന്ധിയിൽ തൊഴിലാളി വർഗത്തിനും ഇപ്പോൾ ഒരു സ്റ്റേക്ക് ഉള്ള സ്ഥിതിയാണ് നിലവിലുള്ളത്. അത് അവർ ആഗ്രഹിച്ചിട്ട് ചെയ്തതല്ല. കാരണം അവരുടെ സമ്പാദ്യം വളർത്താൻ അവരുടെ ബാങ്കുകളിൽ ഏകദേശം 0 ഇൻട്രസ്റ്റ് റേറ്റ് ആയി കഴിഞ്ഞു പല ബാങ്കുകളിലും, അല്ലെങ്കിൽ പലപ്പോഴും നെഗറ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് തന്നെ ആയി കഴിഞ്ഞു. അപ്പൊ അവർക്ക് പോസിറ്റീവ് റിട്ടേൺസ് കിട്ടണമെങ്കിൽ ഇത്തരത്തിലുള്ള പെൻഷൻ ഫണ്ടുകളിൽ നിക്ഷേപിച്ചേ മതിയാവും. ഇങ്ങനെ നിക്ഷേപിക്കുമ്പോൾ ഇവർ പണം ഉണ്ടാക്കുന്നത്, വികസിത രാജ്യങ്ങളിലെ ഈ പെൻഷൻ ഫണ്ടുകൾ പണം ഉണ്ടാക്കുന്നത് വികസ്വര രാജ്യങ്ങളിലെ ചൂതാട്ടങ്ങൾ നടത്തിയാണ്. ഇതിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ ഒരു മോചനം നേടുക? ഇവിടെയാണ് ആഗോള സാമ്രാജ്യത്വ വ്യവസ്ഥയുടെ തന്നെ ഒരു പൊളിച്ചെഴുത്ത് വേണ്ടിവരും എന്ന രൂപത്തിലുള്ള വിശകലനത്തിലേക്ക് നമ്മൾ പോകേണ്ടി വരുന്നത്. ഒരു ഹ്രസ്വകാല അടിസ്ഥാനത്തിൽ താങ്കൾ പറഞ്ഞ ചോദ്യത്തിന്റെ ഒരു ഗതി ശരിയാണ്, സംശയമില്ല. പക്ഷെ കുറച്ചുകൂടി സിസ്റ്റമിക് ആയിട്ട്, കുറച്ചുകൂടി ദീർഘകാല അടിസ്ഥാനത്തിൽ നമ്മൾ അതിനെ കാണുമ്പോൾ വലിയ കുറെ വൈരുദ്ധ്യങ്ങൾ അതിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം, അമേരിക്കൻ ഡോളറിന്റെ ഡിവാലുവേഷൻ നടന്നു കഴിഞ്ഞാൽ കുറച്ചൊക്കെ അമേരിക്കൻ എക്സ്പോർട്സിനെ കോമ്പറ്റിറ്റീവ് ആക്കാനായിട്ട് അവർക്ക് കഴിയുമെങ്കിലും ചൈനയുടെയോ അല്ലെങ്കിൽ വിയറ്റ്നാമിന്റെയോ അല്ലെങ്കിൽ ബംഗ്ലാദേശിന്റെയോ എന്തിനധികം ഇന്ത്യയുടെയോ കൂലി നിരക്കുകളുമായിട്ട് കോമ്പീറ്റ് ചെയ്തുകൊണ്ട് മത്സരം നടത്തിക്കൊണ്ട് ആ കൂലി നിരക്കുകളിലുള്ള കുറവിനെ ഈ ഡിവാലുവേഷൻ വഴി കോമ്പൻസേറ്റ് ചെയ്യാം എന്നാണ് അമേരിക്കൻ ഭരണകൂടം ആഗ്രഹിക്കുന്നതെങ്കിൽ അത് ശരിയല്ല. കാരണം ഒരു വളരെ ഭീമാകാരമായിട്ടുള്ള ഒരു ഡിവാലുവേഷൻ മാത്രമേ ഈ കൂലി നിരക്കുകളിലെ ഈ വ്യത്യാസത്തെ മറികടക്കാനായിട്ട് കഴിയുകയുള്ളൂ. അതൊരു വലിയൊരു പ്രശ്നമാണ്. അപ്പൊ അങ്ങനെ ഭീമാകാരമായിട്ടുള്ള ഒരു ഡിവാലുവേഷൻ നടക്കുമ്പോൾ അമേരിക്കൻ സമ്പദ്ഘടനയ്ക്ക് ഉണ്ടാവുന്ന മറ്റു മുറിവുകളുണ്ട്. അത് ആ ഒരു ട്രേഡ് ഓഫ് അവർക്ക് നോക്കേണ്ടി വരും. അപ്പോ അത് എത്രമാത്രം അവർക്ക് ഗുണം ചെയ്യുമെന്ന് എനിക്ക്. അപ്പോൾ ഡിവാലുവേഷൻ കുറച്ചൊക്കെ ചെയ്യാം, കുറച്ചൊക്കെ അവിടെ ഇവിടേക്ക് അവർക്ക് ഗുണം ഉണ്ടാകുമെങ്കിലും അത് ഈ കൂലി നിരക്കുകളുടെ വ്യത്യാസത്തെ മറികടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാമ്പത്തിക സ്ട്രാറ്റജി ആയിട്ട് കണക്കാക്കാൻ നമുക്ക് കഴിയുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ സംശയങ്ങളുണ്ട്. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ പ്രധാനപ്പെട്ട വിഷയം താങ്കൾ പറഞ്ഞത് ട്രംപിന് ഒരു ഇൻഡസ്ട്രിയൽ പോളിസി ഇല്ല എന്നുള്ളതാണ്. അത് ശരിയായിരിക്കാം. പക്ഷേ അതേസമയം ഞാൻ നേരത്തെ പറഞ്ഞ 2023 ബൈഡൻ അഡ്മിനിസ്ട്രേഷന്റെ ഇൻഡസ്ട്രിയൽ പോളിസി അവിടെയുണ്ട്. അതിനെ ട്രംപ് ഇതുവരെ തള്ളി പറഞ്ഞിട്ടില്ല. അത് പോരാ എന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനെ ട്രംപ് തള്ളി പറഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ട്രംപ് ഇവിടെ നേടാൻ ശ്രമിക്കുന്നത് അമേരിക്കൻ സമ്പദ്ഘടനയുടെ ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചില മേഖലകൾ, അഗ്രികൾച്ചർ, അതിലെ ഡയറി മേഖല, അതിലെ ഷ്രിംപ് മേഖല, അല്ലെങ്കിൽ സോയാബീൻ കൾട്ടിവേറ്റേഴ്സ്, അല്ലെങ്കിൽ കോൺ കൾട്ടിവേറ്റേഴ്സ്, അല്ലെങ്കിൽ വീറ്റ് കൾട്ടിവേറ്റേഴ്സ്, ഇവരുടെ ഒക്കെ പ്രശ്നങ്ങളൊന്ന്, പിന്നെ ചില ഇൻഡസ്ട്രീസിലെങ്കിലും ചില വ്യവസായ മേഖലകളിലെങ്കിലും വലുതായിട്ട് വന്നിട്ടുള്ള തളർച്ച, ഇതിനെയൊക്കെ മറികടക്കാൻ എനിക്ക് ഈ താരിഫുകൾ ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് ഈ ഉൽപ്പന്നങ്ങൾക്കും ഇതിന്റെ ഉൽപാദകർക്കും ആഗോള വിപണിയിൽ ഒരു സ്ഥാനം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുമോ? അതുവഴി എൻ്റെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ആഭ്യന്തരമായിട്ടുള്ള കാർഷിക വ്യവസായ മേഖലകളെ കുറച്ച് എനിക്ക് ഉത്തേജിപ്പിക്കാൻ കഴിയുമോ? അപ്പൊ ട്രംപ് നോക്കുന്നത് ഈ താരിഫിനെ ട്രംപ് ഒരു ഉപകരണമായിട്ടാണ് കാണുന്നത്. ഇൻഡസ്ട്രിയൽ പോളിസി സക്സീഡ് ചെയ്യണമെങ്കിൽ, വിജയകരമായി നടപ്പിലാക്കണമെങ്കിൽ ഈ താരിഫ് അഡ്വാൻറ്റേജസും കൂടി അമേരിക്കയ്ക്ക് വേണം. അതിന്റെ ഭാഗമായിട്ട് കിട്ടുന്ന പ്രൊട്ടക്ഷനിസം കൂടി അമേരിക്കൻ ഇൻഡസ്ട്രിക്കും അമേരിക്കൻ കർഷകർക്കും വേണം എന്ന് ട്രംപ് കൃത്യമായിട്ട് കാണുന്നുണ്ട്.
അതിന്റെ ഭാഗമായിട്ടാണ് ഈ ചുങ്ക യുദ്ധങ്ങളെ നമ്മൾ കാണേണ്ടത്. അത് ഇൻഡസ്ട്രിയൽ പോളിസിയുമായിട്ട് ബന്ധമില്ല എന്ന് പൂർണ്ണമായി പറയാൻ കഴിയും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇൻഡസ്ട്രിയൽ പോളിസി സക്സീഡ് ചെയ്യണമെങ്കിൽ ഈ താരിഫുകളുടെ ഗുണം കൂടി ഉണ്ടാവണം എന്ന് ട്രംപ് അദ്ദേഹത്തിന്റെ അഡ്മിനിസ്ട്രേഷൻ കാണുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന്റെ ഭാഗമായിട്ട് വേണം നമ്മൾ ഇതിനെ കാണാൻ. അത് മാത്രമല്ല, ഈ താരിഫുകൾ ഉപയോഗിച്ചുകൊണ്ട് ട്രംപ് പലപ്പോഴും അദ്ദേഹത്തിന്റെ ഭൗമരാഷ്ട്ര ലക്ഷ്യങ്ങളെയും നേടാൻ ശ്രമിക്കുന്നുണ്ട്. ജിയോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ലക്ഷ്യങ്ങളും ട്രംപ് നേടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, മെക്സിക്കോയുമായിട്ട് അദ്ദേഹത്തിന് ഒരു ഫ്രീ ട്രേഡ് ട്രീറ്റി വേണം. ഈ മെക്സിക്കോയുമായിട്ടുള്ള ഫ്രീ ട്രേഡ് ട്രീറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം മെക്സിക്കോയുമായിട്ട് ബാർഗെയിൻ ചെയ്യുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് മെക്സിക്കോയിൽ നിന്നും വലിയ രൂപത്തിൽ ഫെന്റനിൽ അമേരിക്കയിലേക്ക് വരുന്നു എന്ന് അദ്ദേഹം വാദിക്കുകയും അതിന് മനോഹരമായിട്ടുള്ള മറുപടി മെക്സിക്കൻ പ്രസിഡന്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് അമേരിക്കയുടെ തന്നെ ദൗർബല്യങ്ങളുടെ ഭാഗമായിട്ടാണ് അത് ഉണ്ടാവുന്നത് എന്ന് മെക്സിക്കോ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് അതിനെ ബന്ധിപ്പിക്കാൻ ആഗ്രഹമുണ്ട്. താരിഫിനെ അദ്ദേഹം ബന്ധിപ്പിക്കുന്നത് ഫെന്റനിലുമായിട്ടാണ്. ഈ ഇന്ത്യയുടെ കാര്യത്തിൽ താരിഫിനെ ട്രംപ് ബന്ധിപ്പിക്കുന്നത് റഷ്യയുടെ ഓയിലും റഷ്യയുടെ മിലിറ്ററി എക്യുപ്മെന്റും വാങ്ങുന്നു, ഇനി മുതൽ നിങ്ങൾ എന്റെ മിലിറ്ററി എക്യുപ്മെന്റ് വാങ്ങൂ എന്ന ഒരു സാധനത്തിലേക്കാണ് അദ്ദേഹം അതിനെ കൊണ്ട് ചിന്തിക്കുന്നത്. ബ്രസീലുമായിട്ട് ലൂലയുമായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് നിങ്ങൾ എന്തിനാണ് ഹയർ ബോൾസനാരോയെ അറസ്റ്റ് ചെയ്തത് എന്നുള്ളൊരു വിഷയവുമായിട്ട് അദ്ദേഹം ഇതിനെ ബന്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ പലതരത്തിലുള്ള ഭൗമരാഷ്ട്രീയ വിഷയങ്ങളുമായിട്ടും ഈ ചുങ്ക പ്രശ്നത്തെ ബന്ധപ്പെടുത്താൻ ട്രംപ് വളരെ കോൺഷ്യസ് ആയിട്ട് ശ്രമിക്കുന്ന ഒരു സ്ഥിതി നമ്മൾ കാണുന്നുണ്ട്. അതും നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് കാണാം. അദ്ദേഹം ഇത് ഇൻഡസ്ട്രിയൽ പോളിസി മാത്രമല്ല അദ്ദേഹം ഇതുവഴി നേടാൻ ശ്രമിക്കുന്നത്, അതുവഴി ചില ഭൗമരാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കൂടി നേടാൻ ട്രംപ് ശ്രമിക്കുന്നു എന്നുള്ളത് നമ്മൾ മറക്കരുത്.